എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. താളമയഞ്ഞു ദ്വിജാവന്തി രാഗമായിരുന്നല്ലോ. ഇതിന്റെ അനുപല്ലവി മധ്യമാവധി രാഗമാണ്. കറക്റ്റ് മധ്യമാവധി. ആരോഹണം നോക്കുക. അവരോഹണം സരി മ പനി സനി പ മരി സരി. വലുത് മാ ചെറുത് നീ ചെറുത്. ഔഡവ രാഗമാണ്. 5 സ്വരം. സരി മ പനി സനി പ മരി സ. ഔഡവം എന്ന് പറഞ്ഞാൽ 5 സ്വരേ ഉള്ളൂ കേട്ടോ. മെല്ലെ എടുക്കാം, മെല്ലെ നോക്കുക. അനുപല്ലവി പമ പ റിമ പനി പമ പ ആലോലം ആശാലോലം പമ പ ആലോലം ആലോലം ആശാലോലം റിമ പനി പമ പ. ഒന്നൊരു മെല്ലെ പഠിഞ്ഞരാ. പമ പ റിമ പനി പമ പ. അവിടെ ആലോലം ആശാലോലം. അവിടെ തിങ്സ് ആണ്. അല്ലെങ്കിൽ ആ പമ ആ എന്നേ വരുള്ളൂ. അപ്പൊ അത് ആലോലം ആശാലോലം. മനസ്സിലാകുന്നുണ്ടോ? പഠിച്ചാ മതി. പമ പ റിമ പനി പമ പ ആലോലം ആശാലോലം. ആരാരോ പാടും ഗാനം. അതിന്റെ സ്വരം പമ പ റിമ പനി പമ നീ. മനസ്സിലാകുന്നുണ്ടോ? ആലോലം അല്ല, അവിടെ ആരാരോ പാടും ഗാനം. റിമ പനി പമ നീ പാടും ഗാനം. റിമ പനി പമ നീ പാടും ഗാനം. ആരാരോ പമ പ ആരാരോ പാടും ഗാനം. റിമ പനി പമ നീ. മനസ്സിലായോ? അത്രയും പോരെ അല്ലേ? മുന്നിൽ വന്ന പോലെ അല്ല, കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി. വേർഡ്സ് മറന്നു പോകും. ഇനി വേർഡ്സ് അഥവാ തെറ്റിയാലും നിങ്ങൾ ക്ലിയർ ചെയ്യണം. പ്രത്യേകം ഞാൻ പറയലുണ്ട്. അത് തെറ്റിക്കും ഞാൻ ചിലപ്പോ. പക്ഷെ സ്വരം തെറ്റൂല കേട്ടോ. പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. പാസനിരിസാനി പപ്പ പാനി പാനി പമ്മ. പാസനിരിസാനി പപ്പ പാനി പാനി പമ്മ. പാസനിരിസാനി പപ്പ പാനി പാനി പമ്മ. കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി പാനി പാനി പമ്മ. ചിമ്മി ചിമ്മി. അപ്പൊ പാസനിരിസാനി പപ്പ കുഞ്ഞി കണ്ണു കുഞ്ഞി കണ്ണു. പാസനിരിസാനി പപ്പ കുഞ്ഞി കണ്ണു. മനസ്സിലായോ? പാസനിരിസാനി പപ്പ കുഞ്ഞി കണ്ണു ചിമ്മി ചിമ്മി പാനി പാനി പമ്മ. പാനി പാനി പമ്മ. ചിമ്മി ചിമ്മി. ഏതോ പൈതൽ പാസനിരിസാനി പാനി പനി. ഏതോ പൈതൽ സെപ്പറേറ്റ് ആക്കി തരാം. പാസനിരിസാനി പാ ഏതോ പൈ. പാസനിരിസാനി പാ ഏതോ പൈതൽ നിപനി ദൽ നിപനി ദൽ. പാസനിരിസാനി പാനി പനി. ഏതോ പൈതൽ നീ കണ്ണു ചിമ്മി ചിമ്മി. ഏതോ പൈതൽ മുന്നിൽ. ഇനി മുന്നിൽ വന്ന
പോലെ ഏതു മുന്നിൽ വന്ന പോലെ ഏതു. കുഞ്ഞിക്കണ്ണു ചിമ്മി ചിമ്മി ഏതോ പൈതൽ അല്ല ഇപ്പൊ പാടിയുമ്പോൾ ഏതോ പൈതൽ. അടുത്തത് മുന്നിൽ വന്ന പോലെ ഏതു പാസനി സാനി പാനി പാനി പമാരി. മുന്നിൽ വന്ന പോലെ ഏതു പാസനി സാനി അവിടെ മുന്നിൽ വന്ന പോലെ ഏതു പാനി പാനി പമാരി പോലെ ഏതു. ജീവൽ ഗാനം രേമ പരിമാമരി സരി ജീവൽ ഗാനം. അതിന് മുന്നിൽ വന്നത് ഒന്നും കൂടി സംശയം തീർത്തരാം. മുന്നിൽ വന്ന പാസനി സാനി പപ്പ മുന്നിൽ വന്ന പാസനി സാനി പപ്പ മുന്നിൽ വന്ന പാസനി സാനി പപ്പ മുന്നിൽ വന്ന പോലെ ഏതു പാനി പാനി പമാരി പോലെ ഏതു. മനസ്സിലായോ? പാനി പാനി പമാരി പോലെ ഏതു. ജീവൽ ഗാനം റിമ പനി പാമരി സരി റിമ പനി പാമരി സരി റിമ പനി പാമരി സരി ജീവൽ ഗാനം റിമ പനി പാമരി സരി ജീവൽ ഗാനം ജീവൽ ഗാനം. മനസ്സിലായോ? റിമ പനി പാമരി സരി ജീവൽ ഗാനം. വാഴ്വിന്റെ കോവിലിൽ വാഴ്വിന്റെ ആക്കറിയാലോ സാപ്പാനി പമ്പ. വാഴ്വിന്റെ കോവിലിൽ പാനി പമ്പ കോവിലിൽ പാനി പമ്പ സാപ്പാനി പമ്പ. വാഴ്വിന്റെ കോവിലിൽ സാപ്പാപ്പസനി സോപാനഗാനമായി സാപ്പാപ്പസനി സോപാനഗാനമായി സോപാനഗാനമായി സാപ്പാപ്പസനി സോപാനഗാനമായി. ആടുന്ന നാഗിനി ആടുന്ന സാപ്പാപ്പ ആടുന്ന സാപ്പാപ്പ ആടുന്ന നാഗിനി പരിപസനിമ നാഗിനി പരിപസനിമ നാഗിനി. മനസ്സിലാവുന്നുണ്ടോ? സാപ്പാപ്പ ആടുന്ന നാഗിനി സാപ്പാപ്പ പരിപസനിമ സാപ്പാപ്പ പരിപസനിമ ആടുന്ന നാഗിനി. ബോധിപ്രവാഹിനി സാപ്പാപ്പസനി ബോധിപ്രവാഹിനി സൈമ പരിസരി മരി സനി നിരി സനി പപ്പനി പമ. ജീവന്റെ സംഗീ ജീവന്റെ സംഗീ പനിസാരി മരി സനി നിരി സനി പപ്പനി പമ. പനി സാരി മരീസ നിന്നിരി സാനി പപ്പനി പാമ. പനി സാരി മരീസ നിന്നിരി സാനി പപ്പനി പാമ. ജീവന്റെ സംഗീ ജീവന്റെ സംഗീ പനി സാരി മരീസ നിന്നിരി സാനി പപ്പനി പാമ. രേമ പനി ദം രേമ പസനി ദം പനി പമരി ദം ദം നാട്ടോ. ഇനി വരുന്നത് സംഗീ വരെ പാടി രേമ പസനി
പസനി ദം റിമ പസനി ദം ദം റിമ പസനി ദം പനി പമരി. അവിടെ ഉകാരം ഇത്രയും സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് മറന്നു പോകുന്നത്. നിങ്ങൾക്ക് ഇത് അങ്ങനെ പറഞ്ഞില്ലിട്ട് മനസ്സിലാവുകയില്ല, വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ നിങ്ങൾ കറക്റ്റ് പഠിക്ക്. ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ അത്രയും കൃത്യമായി പഠിക്ക്. ജി അപ്പം അതിന്റെ സ്വരം ആദ്യം കൂടുക. പനി സരി മരി സനി നിരി സനി പപ്പനി പമ റിമ പസനി പനി പമരി. ജീവന്റെ സംഗീതം അവൻ പറഞ്ഞാ റിമ പസനി പനി പമരി ദം റിസ നിരിസ റിസ നിരിസ റിസ നിരിസ നിസ റിമ റിസ നിപ നിസ റിമ റിസ നിപ നിസ റിമ റിസ നിപ നിസ റിമ റിസ നിപ. മനസ്സിലായോ? നിസ റിമ റിസ നിപ. വെട്ടി വായിച്ച് ചിലപ്പോ കേട്ടില്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പാടി തന്നെ. നിസ റിമ റിസ നിപ. അപ്പം അവിടെ റിസ നിരിസ നിസരി മരി സനിപ കഴിഞ്ഞു. താളമായിരുന്നു അവിടെ. അത്രയും മതി, ഇത്രയും പഠിക്ക്. മധ്യമാവധി രാഗാണ്. മധ്യമാവധി അറിയാലോ. അതിൽ തന്നെ ഒരുപാട് പാട്ടുണ്ട്. നെയ്യാറ്റിൻ കരവാഴും അതുണ്ട്. ഞാറ്റുവേല കിളിയേ ഹരിവരാസനം അങ്ങനെ കരളി വന്നങ്ങൾ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഉണ്ട് ഇതില്. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിക്കും, നന്നായി പഠിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കരുത്. കഴിയുന്നതും മറ്റേ നമ്പറിൽ വിളിക്കുക. ഈ നമ്പറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കും. ഇത്ര കുറച്ച് നീണ്ടുപോയി, അതുകൊണ്ട് ഒന്നും പറയാനില്ല. നന്നായി പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക. കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശരി, നമസ്കാരം.